ഇവിടെ 2 ആഴ്ച ഞാൻ ഇവിടെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇവൻ ഫോൺ എടുക്കാത്തത്? വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ എന്തിന്? ഗൂഗിൾ പേ വരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ 3 ഫിംഗേഴ്സ് ഒരാളാണ് നഷ്ടമായിരിക്കുന്നത്. നിനക്കൊന്നും പറയാനില്ലേ? അവൻ എന്തൊന്ന് പറ്റിയത്? അവന് പറ്റിയതല്ല, അവൻ സ്വയം ഒറ്റപ്പെട്ടതാണ്. എന്തിന്? ഹി ഹാസ് ഗോട്ട് സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ us. അത് നേടാൻ വേണ്ടി. അതിനവൻ ലൈഫിൽ സമയം ഏറ്റവും കൂടുതൽ ചിലവാക്കുന്ന കൂട്ടുകാരിൽ നിന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും അടിയുണ്ടാക്കി പിണങ്ങി. ഓ, അപ്പൊ എനിക്ക് തരാതെയൊക്കെ മുട്ടായി തിന്നും തുടങ്ങിയല്ലേടാ? അപ്പൊ അത്രയൊക്കെ ഉള്ളു. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഇനി നീയൊക്കെയായിട്ട് ഒരു ബന്ധവും ഇല്ല. പാവോടാ, അവര് നല്ല വിഷമമായി. ഒരാൾ കൂട്ടുകാരിൽ നിന്ന് അകലുന്നത് ഒന്നുകിൽ പെണ്ണിന് വേണ്ടി, അല്ലെങ്കിൽ അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി. ഈ SP-യുടെ ജീവിതത്തിൽ പെണ്ണില്ല. എന്തായാലും പെണ്ണല്ല, അതെനിക്ക് 100% ഉറപ്പ്. അപ്പൊ പിന്നെ നമുക്ക് എപ്പോഴും ലക്ഷ്യം ഉണ്ടായിരിക്കണം. ബോയ്സ്, ഡോണ്ട് ഫോളോ ഗേൾസ്. ഐ റിപ്പീറ്റ്, ഡോണ്ട് ഫോളോ ഗേൾസ്. ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. Then automatically girls following you. ഉഫ്, രോമാഞ്ചം എണീറ്റ് മോട്ടിവേറ്റഡ് ആയി. നമ്മളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവൻ എന്തും ലക്ഷ്യമാണ് നേടാനുള്ളത്. അതറിയാൻ വേണ്ടി ഞാൻ അവനെ നിഴല് പോലെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ ഇടയായിട്ട് അവർ സ്പെക്സ് യൂസ് ചെയ്യുന്ന എന്റെ ശ്രദ്ധയപ്പെട്ടു. ഈ സ്പെക്സ് എന്ന് പറയുന്നത് ഒരു ബ്ലൂറേ ഗ്ലാസ് ആണ്. ഇത് അധികം യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, അവന്റെ ലക്ഷ്യം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ്. അങ്ങനെ എന്റെ ഫൈൻഡിങ്സ് കൊണ്ടെത്തിച്ചത് കഴക്കൂട്ടത്തുള്ള ക്രിപ്സ്റ്റോക്സിലാണ്. അത് ട്രേഡിംഗ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? എവയൊന്നും ട്രേഡിംഗ് പഠിക്കാൻ പോണം? സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും പണം വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ കിട്ടോ? അവന്റെ ലക്ഷ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൻ സെലക്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രിപ്സ്റ്റോക്സ്, ദ പെർഫെക്റ്റ് സെലക്ഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിയുള്ളവർ വരെ പാർട്ട് ടൈം ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ജോലി നമുക്ക് പഠിച്ചുകൂടെ? പഠിക്കണോ? നമുക്കും പഠിക്കണം. അളിയ പ്രായമായ ആൾക്കാർ വരെ ഒന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കൂട്ടത്തിലെ മുണ്ണൈ. അതെ, ഈ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ അറിയാൻ പറ്റും? അവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, വിളിച്ചു ചോദിക്കാം. അപ്പൊ ചെക്ക്. എന്തോന്ന്? ചെക്കേ ലോക്കായി. അഡ്മിഷൻ എടുക്കാൻ പോവാം. വാടാ.